കോളേജ് ഫീസ് കണ്ടെത്താൻ വേണ്ടി പകല് ക്ലാസ് കഴിഞ്ഞ് രാത്രി കോഴി ഫാമിൽ ജോലി ചെയ്യുകയായിരുന്നു കേവലം 20 വയസ്സുള്ള ഷിബിലി. അന്നേ ദിവസം ക്ലാസ് കഴിഞ്ഞ് ജോലിക്ക് പോയ അവൻ രാത്രി ഏറെ വൈകിട്ടും വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. ഷിബിലിയുടെ മാതാവ് പലതവണ ഷിബിലിയെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഷിബിലിയുടെ ഫോണിൽ നിന്ന് യാതൊരു മറുപടിയും ലഭിച്ചില്ല. അങ്ങനെ കുടുംബം വിഷമത്തോടെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ ഫോൺ എടുത്ത ആ അമ്മ കേട്ടത് സ്വന്തം മകൻ അലമുറയിട്ട് കരയുന്നതായിരുന്നു. തന്നെ ആരൊക്കെ ചേർന്ന് തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണെന്നും തന്റെ ജീവൻ അപകടത്തിലാണെന്നും അലമുറയിട്ട് ആ മകൻ അമ്മയോട് പറഞ്ഞു. ഉടൻ തന്നെ മറ്റൊരാൾ സംസാരിക്കുകയാണ്. ഷിബിലിയെ വിട്ടുകിട്ടണമെങ്കിൽ 11 ലക്ഷം ഡാക്ക തരണമെന്നും അല്ലാത്ത പക്ഷം ഷിബിലിയെ വധിക്കുമെന്നുമായിരുന്നു ആ ഫോണിന്റെ അങ്ങേ തലക്കിൽ നിന്നുള്ള ആ ആളുടെ ആജ്ഞ. മാത്രമല്ല, ഈ വിവരം പോലീസിലെ അറിയിച്ചു കഴിഞ്ഞാൽ ഷിബിലിയുടെ ജീവൻ അപകടത്തിലായിരിക്കുമെന്നും അയാൾ പറഞ്ഞു. ഇത് കേട്ട് ഭയന്ന് വിറച്ച ഷിബിലിയുടെ മാതാപിതാക്കൾ എങ്ങനെയെങ്കിലും ഓടി നടന്ന് 11 ലക്ഷം ഡാക്ക എന്ന് പറയുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അപര്യാപ്തമാണെന്ന് അറിഞ്ഞിട്ട് കൂടി അതിനുള്ള ഒരു ശ്രമം അവർ നടത്തുകയുണ്ടായി. ഈ തട്ടിക്കൊണ്ടുപോകലും ഭീഷണിയുമൊക്കെ ഷിബിലിയുടെ മാതാപിതാക്കൾക്കും ഏറെ വേണ്ടപ്പെട്ടവർ തന്നെയാണ് ചെയ്യുന്നത് എന്ന് ആ സമയം ആ സാധുക്കളായ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല. എന്താണ് പിന്നീട് ഷിബിലിക്ക് സംഭവിച്ചത്? മാതാപിതാക്കൾ അപര്യാപ്തമായ തുക അവർ കൊടുത്തോ? ഷിബിലിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? നമുക്ക് വിശദമായി നോക്കാം. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 28 അന്നാണ് ബംഗ്ലാദേശിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലെ പാവപ്പെട്ട 20 വയസ്സുകാരനായ ഷിബ്ലി സാദിഖ് കൊല്ലപ്പെടുന്നത്. തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കോളേജ് ഫീസ് അടക്കാൻ വേണ്ടിയും കഠിനാധ്വാനിയായ ഷിബ്ലി വീടിന് കുറച്ച് അകലെയുള്ള ഒരു കോഴി ഫാമിൽ പാർട്ട് ടൈം ജോബ് ചെയ്തിരുന്നു. പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ ഈ ജോലിയാണ് അദ്ദേഹത്തിന്റെ നിലവിലെ ഏറ്റവും വലിയ വരുമാന മാർഗം. അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റ് 28 ക്ലാസ്സിൽ പോയ ഷിബിലി രാത്രി ഏറെ വൈകിട്ടും വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. ഷിബിലിയുടെ മാതാവ് പലതവണ ഷിബിലിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കാര്യമായിട്ടുള്ള ഒരു മറുപടിയൊന്നും ഷിബിലിയുടെ ഫോണിൽ നിന്ന് ഷിബിലി നൽകിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഷിബിലിയുടെ മാതാവ് കോഴി ഫാം ഉടമയെ വിളിക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഷിബിലി കൃത്യസമയത്ത് ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നും വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് ഇറങ്ങിയതും എന്നായിരുന്നു. ഇത് കേട്ട മാതാപിതാക്കൾക്ക് അല്പം ഒരു ആശങ്ക വന്നു. എന്താണ് തന്റെ മകന് സംഭവിച്ചത് എന്ന് സ്വാഭാവികമായും അവർ ഭയന്നു. ഇതിനിടയിൽ ഷിബിലിയുടെ ഫോണിൽ നിന്ന് അമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അമ്മ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ മറുതലക്കൽ ഷിബിലി തന്നെയായിരുന്നു. ഭയന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഷിബിലി അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്നെ ആരോ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ഇത് കേട്ടപാടെ ഷിബിലിയുടെ അമ്മയുടെ ശരീരമാസകലം തളർന്നു. അല്പസമയത്തേക്ക് ഹൃദയം നിലച്ചുപോയി. ഷോക്കിൽ നിന്ന് മുക്തിയായ അമ്മ എത്രയും പെട്ടെന്ന് തന്നെ ഷിബിലിയുടെ അച്ഛനുമായി ഫോണിലൂടെ ബന്ധപ്പെടുകയാണ്. ട്രക്ക് ഡ്രൈവറായ ഷിബിലിയുടെ ഈ വാർത്ത അറിഞ്ഞതോടെ ഏറെ പരിഭ്രാന്തനായി. അവർ ഒട്ടും വൈകാതെ തന്നെ ഏത് നമ്പറിൽ നിന്നാണോ അവർക്ക് കോൾ വന്നത് ആ നമ്പറിലേക്ക് തിരികെ വിളിച്ചു. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. അവർ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അല്പസമയം കഴിഞ്ഞ് ഷിബിലിയുടെ അമ്മയുടെ ഫോണിലേക്ക് വീണ്ടും ഒരു കോൾ വരികയാണ്. വളരെ പ്രതീക്ഷയോടെ ഫോൺ എടുത്ത അമ്മയോട് മറുതലക്കൽ നിന്നായി പറഞ്ഞു, 11 ലക്ഷം ടാക്ക നൽകിയില്ലെങ്കിൽ ഷിബിലി ജീവിച്ചിരിക്കില്ല എന്നായിരുന്നു ആ ഭീഷണി. പാവപ്പെട്ട കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം 11 ലക്ഷം ടാക്ക എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്നതുല്യമായ സംഖ്യയാണ്. എങ്ങനെ അവർ കണ്ടെത്തുമെന്ന് അവർക്ക് മനസ്സിലായില്ല. എങ്കിലും സ്വന്തം മകന്റെ ജീവനാണ് ഏറ്റവും വലുതെന്നും 11 ലക്ഷമോ തങ്ങളുടെ ജീവൻ പോലും അല്ല എന്നും ഉറപ്പിച്ച മാതാപിതാക്കൾ 11 ലക്ഷത്തിനു വേണ്ടി എങ്ങനെയെങ്കിലും 11 ലക്ഷം ടാക്ക ഒപ്പിക്കാൻ വേണ്ടി തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി പരക്കം പായാൻ ആരംഭിച്ചു. പോലീസിനെ അറിയിച്ചാൽ മകനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആളുകൾ പറഞ്ഞതുകൊണ്ട് തന്നെ ആ സാധുക്കളായ മാതാപിതാക്കൾ ആ വിവരം പോലീസിനെ അറിയിച്ചില്ല. പിന്നീട് 3 ദിവസം ഷിബിലിയുടെ പാവപ്പെട്ട മാതാപിതാക്കൾ ഇത്രയും വലിയ 11 ലക്ഷം ടാക്ക എന്ന സംഖ്യക്ക് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു.
ആ സാധുക്കൾക്ക് 3 ദിവസം കൊണ്ട് അത്ര പോലും ഒപ്പിക്കാൻ സാധിച്ചില്ല. അവർക്ക് പരമാവധി സാധിച്ചത് കേവലം 2 ലക്ഷം ടാക്കയായിരുന്നു. മാതാപിതാക്കളുടെ ഈ ഗതികെട്ട അവസ്ഥ കേട്ടപ്പോൾ ഷിബിലിയെ തട്ടിക്കൊണ്ടുപോയവർ ആവശ്യപ്പെട്ട 11 ലക്ഷം 2 ലക്ഷം ടാക്കയായി കുറച്ചു. അത് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും വീട്ടുകാരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷം ടാക്ക നൽകിയാൽ തങ്ങളുടെ മകനെ ലഭിക്കുമെങ്കിൽ അതായിരുന്നു അവരുടെ സന്തോഷം. അങ്ങനെയിരിക്കെ ഷിബിലിയുടെ പിതാവ് പണവുമായി അവർ നിർദ്ദേശിച്ച സ്ഥലത്തെത്തി. മുഖംമൂടി ധരിച്ച 2 ആളുകൾ ഷിബിലിയുടെ പിതാവിൽ നിന്ന് ആ പണം കൈപ്പറ്റിക്കൊണ്ട് എങ്ങോട്ടോ മറഞ്ഞുപോയി. ഷിബിലി എന്തേ എന്ന് പിതാവ് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് ഷിബിലി നിങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടാവും എന്നായിരുന്നു. വളരെ പ്രതീക്ഷയോടെയാണ് ആ പിതാവ് സ്വന്തം വീട്ടിലേക്ക് അന്ന് മടങ്ങിപ്പോയത്. പക്ഷെ ഷിബിലി വന്നില്ല. വിളിച്ചു നോക്കിയെങ്കിലും മറുപടി ഒന്നുമില്ല. പിന്നെയും 3 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഇങ്ങനെയിരിക്കെ പോലീസിൽ പരാതി നൽകുകയല്ലാതെ വേറെ വഴിയില്ല എന്ന ഘട്ടത്തിലായി ഷിബിലിയുടെ മാതാപിതാക്കൾ. തുടക്കത്തിലെ ഈ വിഷയം പറയാത്തതുകൊണ്ട് പോലീസുകാർ ശകാരിച്ചെങ്കിലും ഏറ്റവും പെട്ടെന്ന് തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സെപ്റ്റംബർ 7 തുടങ്ങിയ അന്വേഷണത്തിൽ 11 പ്രതികളെ പോലീസ് വലയിലാക്കി. ആരായിരുന്നു ആ പ്രതികൾ? കോഴിഫാമിൽ ഷിബിലിക്കൊപ്പം ജോലി ചെയ്തിരുന്ന മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്കും നല്ലവണ്ണം പരിചയമുള്ള ഷിബിലിയുടെ സഹപ്രവർത്തകർ തന്നെയായിരുന്നു പിടിക്കപ്പെട്ട ആ പ്രതികൾ. ഇവരിൽ നിന്ന് ഷിബിലി കണ്ടുപിടിച്ച കോഴിത്തീറ്റ മോഷണമാണ് ഈ പ്രശ്നത്തിന്റെ എല്ലാം തുടക്ക കാരണം. സത്യസന്ധനായ ഷിബിലി ഈ മോഷണം പിടിക്കുകയും ഈ വിവരം മാനേജറെ അറിയിക്കുകയും ചെയ്തു. ആ സംഭവം തന്നെയാണ് സഹപ്രവർത്തകർക്ക് ഷിബിലിയോട് വൈരാഗ്യം കൂടാനുള്ള അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന്. ആദ്യഘട്ടത്തിൽ പ്രതികൾ ഷിബിലിയുടെ കുടുംബത്തിൽ നിന്നും പണം വാങ്ങി ഉപേക്ഷിക്കാനാണ് ആലോചിച്ചത്. ആദ്യഘട്ടത്തിൽ ഷിബിലിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഈ സഹപ്രവർത്തകർ ഷിബിലിയെ പിടികൂടി അവന്റെ കുടുംബത്തിൽ നിന്ന് പണം നേടി അതിനുശേഷം അവനെ വിട്ടയക്കാനാണെന്ന് ആലോചിച്ചിരുന്നത്. എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഉമംഗ് സിംഗ് വർമ്മ ഈ അഭിപ്രായത്തെ എതിർത്തു. അത്തരത്തിൽ ഷിബിലിയെ വിട്ടയച്ചാൽ തങ്ങളെ പോലീസ് പിടിക്കുമെന്നും അതുകൊണ്ട് വിട്ടയക്കുന്നതിന് പകരം പണം വാങ്ങി ഷിബിലിയെ കൊല്ലപ്പെടുത്താം എന്ന ആശയം മുന്നോട്ട് വെച്ചതും ഇദ്ദേഹമായിരുന്നു. അങ്ങനെ അവർ ഷിബിലിയുടെ കൈകാലുകൾ കെട്ടിവെച്ച് കഴുത്തറുത്തു കൊന്നു. ശരീരം പല കഷ്ണങ്ങളാക്കി മലമ്പ്രദേശങ്ങളിലും കാടുകളിലും മരുഭൂമിയിലും ഉപേക്ഷിച്ചു. തിരച്ചിൽ നടത്തിയ പോലീസിന് ലഭിച്ചത് എല്ലുകൾ മാത്രമായിരുന്നു. ലഭിച്ച എല്ലുകളിൽ ഒന്നും തന്നെ മാംസം ഒട്ടുമില്ലായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മനുഷ്യനെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ആ കുറ്റവാളികൾ വെളിപ്പെടുത്തിയത്. മാംസഭാഗങ്ങൾ എല്ലിൽ നിന്ന് വേർപ്പെടുത്തി അത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ച് കറി വെച്ച് തിന്നു എന്നാണ് ആരോഹികൾ പോലീസിന് നൽകിയ മറുപടി. ഈ സംഭവം അറിഞ്ഞതോടെ നാട്ടുകാർ പൊട്ടിത്തെറിച്ചു. അങ്ങനെയിരിക്കെ ഉമംഗ് സിംഗ് മർമ്മയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്ന ജീപ്പിനെ നാട്ടുകാർ തടഞ്ഞു. ഒരു ആൾക്കൂട്ട ആക്രമണം തന്നെ അവിടെ അരങ്ങേറി. പോലീസ് വാഹനം ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ട ഒരവസ്ഥ വന്നു. നാട്ടുകാരുടെ ആ ശക്തമായ ഇടപെടലിൽ ഷിബിലിയുടെ ശരീരഭാഗങ്ങൾ കറിവെച്ച് കഴിച്ച ഉമംഗ് സിംഗ് മർമ്മ എന്ന കുറ്റവാളി നാട്ടുകാരുടെ ചവിട്ടും കുത്തും കൊണ്ട് ചത്തു. മറ്റുള്ളവർ കൊല്ലപ്പെടും മുമ്പ് തന്നെ പോലീസ് വലിയൊരു സേനയുമായി വന്ന് ഇടപെട്ട് ജനങ്ങളെ ശാന്തരാക്കി. ഇവിടെ സംഭവിച്ചത് നിഷ്ഠൂരവും മനുഷ്യത്വത്തെ വെല്ലുന്ന ഒരു കൊലപാതക രീതിയുമാണ്. ഇതിന്റെ കൂടുതൽ വിചാരണകൾ ഇപ്പോഴും ബംഗ്ലാദേശിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി.